From top headlines. സംസ്ഥാനത്ത് വീണ്ടും പേവിഷബാധ മരണം. തിരുവനന്തപുരം SCT ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന 7 വയസ്സുകാരി മരിച്ചു. മരിച്ചത് കൊല്ലം സ്വദേശി നിയ ഫൈസൽ. പ്രതിരോധ കുത്തിവയ്പ് എടുത്തിട്ടും കുട്ടിക്ക് പേവിഷബാധയേറ്റു. ഒരു മാസത്തിനിടെ സംസ്ഥാനത്ത് വാക്സിൻ എടുത്തിട്ടും പേവിഷബാധയേറ്റ് മരിക്കുന്നത് 3 കുട്ടികൾ. പുതിയ KPCC അധ്യക്ഷൻ 2 ദിവസത്തിനകമെന്ന റിപ്പോർട്ട്. കെ സുധാകരനുമായി ഹൈക്കമാൻഡ് വീണ്ടും ചർച്ച നടത്തി. സുധാകരൻ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നതിൽ അതൃപ്തി അറിയിച്ച ഹൈക്കമാൻഡ് കെ സുധാകരനെ വീണ്ടും ഡൽഹിയിലേക്ക് വിളിപ്പിച്ചേക്കും. KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അവകാശവാദം ഉന്നയിച്ച് കൊടിക്കുന്നിൽ സുരേഷ്. തൃശൂർ പൂരാവേശത്തിൽ രാവിലെ 11-ന് തെക്കേ ഗോപുരവാതിൽ തുറക്കുന്നതോടെ പൂര വിളംബരം. ചമയ പ്രദർശനം ഇന്ന് അവസാനിക്കും. സാമ്പിൾ വെടിക്കെട്ട് ആവേശമാക്കി തിരുവമ്പാടിയും പാറമേക്കാവും. സമഗ്ര കവറേജുമായി കേരള വിഷൻ ന്യൂസ്. പത്തനംതിട്ടയിൽ വ്യാജ ഹാൾ ടിക്കറ്റുമായി നീറ്റ് പരീക്ഷയ്ക്കെത്തിയ വിദ്യാർത്ഥിക്കെതിരെ കേസെടുത്തു. നടപടി പരീക്ഷാ നടത്തിപ്പ് ചുമതലയുള്ള ഉദ്യോഗസ്ഥന്റെ പരാതിയിൽ. വ്യാജ ഹാൾ ടിക്കറ്റ് ഉണ്ടാക്കി നൽകിയ നെയ്യാറ്റിൻകരയിലെ അക്ഷയ സെന്ററിലേക്കും അന്വേഷണം. ജീവനക്കാരിയെ ചോദ്യം ചെയ്യും. കശ്മീരിൽ ഭീകരർക്കായി തെരച്ചിൽ തുടരുന്നു. അതിർത്തിയിൽ സുരക്ഷ ശക്തം. അടിയന്തര സാഹചര്യം നേരിടാൻ മോക്ക് ഡ്രിൽ നടത്തി കരസേന. നയതന്ത്ര ചർച്ച സജീവം. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ജപ്പാൻ പ്രതിരോധ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. പാക് അധിനിവേശ കശ്മീരിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടച്ചു. വഖഫ് നിയമ ഭേദഗതിക്കെതിരായ ഹർജികൾ ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കും. വിശദവാദം കേൾക്കുക ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ പ്രത്യേക ബെഞ്ച്. കേന്ദ്രത്തിനെതിരെ സത്യവാങ്മൂലം സമർപ്പിച്ച് സമസ്തയും മുസ്ലിം ലീഗും. IPLൽ ലക്നൌവിനെ 37 റൺസിന് തോൽപ്പിച്ച് പഞ്ചാബ് സൂപ്പർ കിങ്സ്. പട്ടികയിൽ പഞ്ചാബ് 2ാം സ്ഥാനത്ത്. ഇന്ന് ഹൈദരാബാദ് ഡൽഹി പോരാട്ടം. മത്സരം രാത്രി 7:30 ഹൈദരാബാദിൽ.